ഒരു ചെറു മത്സ്യത്തിന് പോലും ഈ ജീവിതം സാധ്യമല്ലാത്ത രീതിയിൽ വിഷമയമായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഏജൻസിയുടെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെയോ മാത്രം വീഴ്ചയല്ല. സംസ്ഥാന സർക്കാർ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര സർക്കാർ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ രണ്ട് സർക്കാരുകളുടെയും കീഴിലുണ്ട്. ഇവർ രണ്ടുപേരുടെയും പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് നമ്മുടെ പുഴകൾ, നമ്മുടെ കുടിവെള്ളം ഇതെല്ലാം കൃത്യമായി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബേസിക് ഫംഗ്ഷൻ, സ്റ്റേറ്റ് ഫംഗ്ഷൻ ഫെയിലിയർ ആണ്. ശരിക്കും കേരള ഹൈക്കോടതിക്ക് ഒരു അധികാരമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇതിന്റെ പേരിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണോ, ഏതൊക്കെ സർക്കാർ സംവിധാനമാണോ ഇതിന് കാരണമായിരിക്കുന്നത് അവരെ താൽക്കാലികമായിട്ടെങ്കിലും അവരുടെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തി പകരം ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ ഈ തൊഴിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സ്റ്റേറ്റ് ഫംഗ്ഷന്റെ ഫെയിലിയർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പരിസ്ഥിതി മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. വാസ്തവത്തിൽ മുഖ്യമന്ത്രിയാണ് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം വ്യക്തിപരമായി പോലും ഇതിനകത്ത് ലയബിലിറ്റി പറയേണ്ട ആളാണ്. അദ്ദേഹം അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിക്കേണ്ട ആളായിരുന്നു. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള വീഴ്ച അത് ഈ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 15 വർഷക്കാലമായി നടക്കുന്ന ഒരു കുരുതിയാണ്. ഇപ്പോഴത് തുടരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുത്തെ മലിനീകരണം ഒഴുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഒന്നും, കമ്പനികളൊന്നും അവർ ഈ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നില്ല. അവരുടെ കുഴലുകൾ ഇപ്പോഴും പെരിയാറിനകത്തേക്ക് വരുന്നു. നാളെ ഇത് വീണ്ടും സംഭവിക്കാം, ഇല്ലേ? ഈ വെള്ളം കുടിച്ച് ഈ വെള്ളം എക്സ്പോർട്ട് ചെയ്ത് കൊടുത്ത് IT കമ്പനികൾക്ക് കൊടുത്തിട്ടാണ് നമ്മൾ കാക്കനാടേക്ക് പുതിയ IT ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നത്, അല്ലെ? പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കൊച്ചിയെ ഊട്ടുന്നത്. ഈ കൊച്ചിയിലേക്കാണ് നമ്മൾ പുതിയ നിക്ഷേപം കൊണ്ടുവരുന്നത്. ഈ കൊച്ചിയാണ് നമ്മൾ വളരുന്നു എന്ന് പറയുന്നത്. ഏത് വെള്ളം കൊടുത്തിട്ട്? ഈ കുടിച്ചാൽ മനുഷ്യൻ ഇന്നോ നാളെയോ മരിച്ചു പോയേക്കാവുന്ന അത്ര ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്താണ് ഈ കാര്യത്തിൽ ഉണ്ടായത്. അപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന പോലെ സംസ്കാരങ്ങൾ ഉണ്ടാകുന്ന നദീതീരത്താണെന്ന് നമ്മൾ പഠിക്കുന്നു. നദിയിലാണ് അല്ലെങ്കിൽ കടലിലാണ് ജീവൻ ഉണ്ടായെന്ന് പഠിക്കുന്നു. പക്ഷെ നമ്മൾ ആ വെള്ളത്തെ പോലും മലിനീകരിക്കുന്ന തരത്തിൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പരാജയപ്പെടുമ്പോൾ ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമായി സർക്കാർ കാണണം. ഇത് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം ആളുകളുടെ പ്രശ്നമല്ല. ദണ്ഡഗോപുരത്തിലിരുന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. എനിക്ക് വ്യക്തിപരമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇതിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തി ഇനി ഇത് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത് വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നേരിട്ടൊരു മോണിറ്ററിംഗിന് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹം ആ വകുപ്പ് ഒഴിയുകയോ അദ്ദേഹം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ ആരെങ്കിലും അതിൽ നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യുന്നില്ല എങ്കിൽ ഈ സർക്കാരിന്റെ വീഴ്ചയായിട്ട് തന്നെയാണ് അത് കണക്കാക്കേണ്ടത്.